പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ്. സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഖാവ് എൻ കെ പി. UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് A. അസീസ് XMLA, UTUC സംസ്ഥാന പ്രസിഡന്റ് സഖ ബാബു ദിവാകരൻ, യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സഖ വിജയേന്ദ്രൻ നായർ, യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ PS പ്രസാദ്, UTUC തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് ഡോക്ടർ ബിന്നി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട UTUCയുടെ 2 പോഷക ഘടകങ്ങളാണ്, പോഷക സംഘടനകളാണ്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം പെൻഷനേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്ന അവകാശ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. ഇന്ന് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്ര ജീവനക്കാർ അനുഭവിക്കുന്ന മിക്കവാറും എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സാധ്യമാക്കുന്നതിന് വേണ്ടി നിരന്തരമായ സമരങ്ങളിൽ ഏർപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും പട്ടിണി കിടന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് സാഹസികമായ പ്രക്ഷോഭത്തിലൂടെ ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള തൊഴിലാളികളാണ് ഇന്ന് ദേവസ്വത്തിലെ പെൻഷനേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ, തിരുവിതാംകൂർ ദേവസ്വം പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളായിട്ടുള്ള നിങ്ങളുടെ മുമ്പുള്ള തലമുറ. ഇന്ന് ഈ സമ്മേളനം നടക്കുന്നത് P. ഗോപിനാഥ പണിക്കർ അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ്. എനിക്കറിയാം, നാവായിക്കുളത്തുള്ള അദ്ദേഹമായ നിലയിൽ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ചത് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ പ്രാരംഭകാല സംഘാടകരായിട്ടുള്ള പ്രവർത്തകരാണ് പിന്നീട് സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ദേവസ്വം പെൻഷനേഴ്സ് യൂണിയൻ, തിരുവിതാംകൂർ ദേവസ്വം പെൻഷനേഴ്സ് യൂണിയൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രസ്ഥാനമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ സംഘടന ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന, ജീവനക്കാരുടെ സർവീസിന് ശേഷമുള്ള പെൻഷനുകാരെ പ്രതിനിധീകരിക്കുന്ന ഈ 2 സംഘടനയ്ക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത് UTUCയും അതുപോലെ തന്നെ RSP എന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ഞാൻ യൂണിയന്റെ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംഘടനയില്ല. CI2 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2000 CI2 എന്ന് പറയുന്നത് CPIM അവരുടെ ഒരു സംഘടനയാണ്, തൊഴിലാളി സംഘടനയാണ് CI2. ആദ്യം അവരുൾപ്പെടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനയാണ് AITUC, അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി, വലതും ഇടതുമായിരുന്നു. അപ്പോഴാണ് CI2 AITUC ആയത്. ആ കാലഘട്ടത്തിൽ എനിക്കറിയാം, നിങ്ങളെ പോലെ പ്രായമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്, ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. KC വാമദേവൻ അതിന്റെ സംഘാടകനായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ആ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സംഘടന അല്ലാതായത് എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ല, ഒരു കാലഘട്ടത്തിൽ വന്ന ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ഇത് ക്ഷേത്ര ജീവനക്കാരെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അങ്ങനെ സംഘടന ട്രേഡ് യൂണിയൻ പോലെ സംഘടിക്കുവാനും സമരം ചെയ്യുവാനോ സാധിക്കില്ല, അങ്ങനെ സംഘടിക്കുവാനും സമരം ചെയ്യുവാനും പാടില്ല എന്ന് അവര് കോടതികൾ അവിടെ വിട്ടുകൊടുത്ത് കോടതികൾ സത്യവാങ്മൂലം മൂലം ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയായത്. ഇപ്പൊ പോലീസ് ആക്ട് അനുസരിച്ച് പോലീസുകാരുടെ ഒരു സംഘടന, അതുപോലെയാണ് ഒരു സംഘടനയായത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട് പൂണൂലിട്ടൊരു പോറ്റിയെ സെൻട്രൽ ജയിലിൽ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, കുടുംബത്തിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ജയിലിൽ നിന്ന് വന്നേറെ കയറണമെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് അറിയാമല്ലോ. അന്നത്തെ കാലത്ത് അന്നത്തെ ഓർത്തഡോക്സ് ആയിരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് പോറ്റിയെ അന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി ഒരാഴ്ച 8 ദിവസം കൊണ്ട് അവിടെ കിടക്കേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോ വീട്ടിൽ കയറ്റത്തില്ലെന്നായിരുന്നു നിലപാട്. ജയിലിൽ കിടന്ന ആള് കൂണൂര് വിട്ട് ജയിലിൽ കിടന്ന ആളെ തിരിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റുന്നത്. എന്തെല്ലാം ത്യാഗങ്ങൾ, എന്തെല്ലാം ധീരോദത്തമായ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പാടുള്ളതാണ്. നിങ്ങളിപ്പോ പെൻഷൻ വാങ്ങിക്കുന്ന അവകാശമാണോ ഔദാര്യമാണോ എന്നുള്ള തർക്കമല്ലേ ഉള്ളൂ. പെൻഷൻ വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അത് വാങ്ങുന്നത്
നമുക്ക് ആനുകാലിക ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പെൻഷൻ വേണമെന്ന ഡിമാൻഡാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ ഒരു കാര്യം കുടിക്കില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകാതെ നിങ്ങളെല്ലാം പ്രായമായവരാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ ചെറുപ്പക്കാരെ പോലെ അനേക സമയം യോഗത്തിലൊക്കെ എത്തിയിരിക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങളിവിടെ സംസാരിച്ചപ്പോൾ അസിസ്റ്റന്റ് അവസാനം പറഞ്ഞു നിങ്ങൾ പിന്നെ ഇതിന്റെ പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററുടെ ഈ ആരോഗ്യ പദ്ധതി അതിൽ നിങ്ങൾ എല്ലാവരും നിർബന്ധമാണ്. അത് ഞാൻ പ്രസാദിനോട് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പൊ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു യോഗാധ്യക്ഷനും പ്രസിഡന്റുമായിട്ടുള്ള വിജയേന്ദ്രൻ നായർ, ജനറൽ സെക്രട്ടറി പ്രസാദ് ഏട്ടൻ അടക്കമുള്ള പ്രിയപ്പെട്ട പെൻഷനേഴ്സ് സഖാക്കളെ, നമുക്കറിയാം പെൻഷൻ ഔദാര്യമാണ്, അവകാശമല്ലെന്ന് സത്യവാങ്മൂലം കൊടുത്തൊരു സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമര സജ്ജരായി നമ്മുടെ പ്രായവും ആരോഗ്യവും മറന്ന് രംഗത്ത് വരേണ്ടതിൻ്റെ അനിവാര്യത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അത്തരം ഒരു സമരത്തിന് നമ്മുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് കിട്ടുന്നതിനുള്ള ഒരു സമര രംഗത്ത് വരുവാനായി നമ്മളെല്ലാവരും തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം. സ്ട്രൈറ്റ് ഫോർവേഡ്, കൊല്ലം.